നിനക്ക് എന്റെ കൂടെ പായസം കഴിക്കാനുണ്ട്? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം. വാ. ഇന്നും അവൻ എന്നെ ഒഴിവാക്കി ജാനകിയമ്മ. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, അവനെ ഞാൻ എന്റെ അടുത്തിരുത്തി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അവനെ കൊണ്ട് കഴിപ്പിക്കും. നോക്കിക്കോ, ബ്രഹ്മചാരി പേരും പറഞ്ഞ് ഇവൻ എത്ര നാൾ എന്നിൽ നിന്ന് ഒളിച്ചോടുന്നു. നീ ഇങ്ങനെ തന്നെ നിന്റെ പ്രണയത്തിനെ വിശ്വസിക്കേ. ആ പ്രണയത്തിന് ഭയങ്കര ശക്തിയാ മോളെ. വലിയ വലിയ കല്ലുകൾ പോലും ഉരുകി പോകുന്നു. ഇവൻ ചെറിയൊരു മനുഷ്യനല്ലേ, അത്ര തന്നെ. ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആന്റി, അവൻ അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവനെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോയി അവനെ കൊണ്ട് താലിയും കെട്ടിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. വാ, എന്നാൽ ഞാനായിരിക്കും ലോകത്തിലെ ആദ്യത്തെ ഇങ്ങനെ ഒരു അമ്മായിയമ്മ മരുമകൾ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്നത്. ശരി ശരി, ഇതിന്റെ സന്തോഷത്തിലേ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഒരെണ്ണം കൂടി തന്നെ, പെട്ടെന്ന് പെട്ടെന്ന്. റെഡി? നിനക്ക് ഉറപ്പുണ്ടോ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവോ? തീർച്ചയായിട്ടും നടക്കും. നീ മിണ്ടാതെ നോക്ക്. വലിയ വലിയ മുനിമാരുടെ തപസ് ഇളകിയിട്ടുണ്ട്. പിന്നെ ഈ ബ്രഹ്മചാരി ആരാ? മയങ്ങാതിരിക്കാൻ. അവൻ വലിയ കൗശലക്കാരനാ, നീ സൂക്ഷിച്ചിടപെടണം. പിന്നെ ഞാനും കൂടെ ഉണ്ടല്ലോ അവിടെ. ഡോണ്ട് വറി. ഇനിയാണ് കളി. ബ്രഹ്മചാരി നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോവാ? എവിടെയാണോ ആളുകൾ ഒറ്റയ്ക്ക് പോകുന്നത് അവിടേക്ക്. മുകളിലേക്ക് പോകുന്ന കാര്യമില്ല, വാഷ്റൂം പോകുന്ന കാര്യം. എങ്കിൽ ഞാൻ പോട്ടെ. സൂക്ഷിച്ചു ബ്രഹ്മചാരി, വരുന്നുണ്ട് കന്യാകുമാരി. ഓ നോ, എനിക്ക് ഐ എം സോ സോറി. ആക്ച്വലി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സുഖമില്ലാതെ കിടപ്പാണ്. അപ്പം ഞാൻ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താക്കോൽ ഇവിടെ എവിടെയോ മിസ്സായിരിക്കുമോ? പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് നോക്കാൻ സഹായിക്കാമോ? പ്ലീസ് ഒന്ന് സഹായിക്കൂ. ഇവിടെ എവിടെ തന്നെ വീണത്. ശരി. ഒരു പക്ഷേ അവിടെയാണെങ്കിലോ? നമ്മുടെ പ്ലാൻ എല്ലാം നന്നായി വർക്ക്ഔട്ട് ആവുന്നു. സോറി, സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ, അതുകൊണ്ട് വീണ് പോയതാ. അല്ലേലും ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്തായാലും നന്നായി. താക്കോല് കളഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാതെ മിണ്ടാതങ്ങ് നടന്നു പോവില്ലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ക്ലാസ് റൂമിൽ നോക്കിയായിരുന്നു. ചിലപ്പോ കാണുമായിരിക്കും, പക്ഷേ ക്ലാസ് കഴിഞ്ഞു കാണും. ക്ലാസ്സിലാണെങ്കിൽ ആരും കാണത്തുമില്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോവാനും പേടിയാണ്. നിങ്ങളും കൂടി വരുമോ എൻ്റെ ഒപ്പം? ശരി, വാ, നടക്കാം. എനിക്ക് തീർച്ചയായും അറിയായിരുന്നു ഇവനൊരു കള്ള ബ്രഹ്മചാരിയാന്ന്. നീ എന്നെ വെല്ലുവിളിക്കുന്നേ? ഇപ്പൊ നോക്കിക്കോ, ഞാനിത് അച്ഛന് മാത്രമല്ല കാണിക്കാൻ പോകുന്നേ, മൊത്തം സോഷ്യൽ മീഡിയയിലിട്ട് നിന്നെ നാണം കെടുത്തും. വാതില് തുറക്ക്, ദയവായി വാതില് തുറക്ക്. അടുത്ത തവണ നിന്റെ ബുദ്ധിയിൽ ഉദിച്ചതുപോലെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നാൽ അമ്മയെ കാണുന്ന പവിത്രതയിലാണ് ഞാൻ സ്ത്രീകളെ കാണുന്നത്. നിന്റെ കണ്ണിൽ ഞാൻ ആരോ ആവട്ടെ, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ബ്രഹ്മചര്യമാണ് എന്റെ തിരിച്ചറിവും എന്റെ ഗുരുത്വവും. ഇനി നീ ഇത്തരം കുബുദ്ധിയുമായി എന്റെ അടുത്തേക്ക് വരരുത്.